നമസ്തേ. ശബരിമല തിരുവനന്തപുരത്ത് എത്തിയോ? കേൾക്കുമ്പോൾ തന്നെ അമ്പരപ്പിക്കുന്ന വാർത്തയാണല്ലേ? എന്നാൽ ഇത് യഥാർത്ഥ ശബരിമലയല്ല. സൈജു കുറുപ്പ് നായകനാകുന്ന ഹരിവരാസനം എന്ന പുതിയ സിനിമയ്ക്കായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്ന ബ്രഹ്മാണ്ഡ സെറ്റാണ്. ഈ സെറ്റിന്റെ ദൃശ്യങ്ങളും പൂജാ ചടങ്ങുകളുടെ ദൃശ്യങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവിടെ ഒരു മൈക്കും ഒരു ലൈവാകും. എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഐ നോ നിങ്ങളെല്ലാവരും വന്നിട്ട് കുറച്ചധികം നേരമായി. ഇന്നത്തെ ദിവസത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം നമ്മുടെ ഓണറബിൾ ഹോം മിനിസ്റ്റർ ഇസ് ഓൺ ദ വേ. അപ്പോൾ പുള്ളി വരുന്ന വരെ നമ്മൾ കുറച്ച് സമയം കൂടെ സോപാന സംഗീതം ആസ്വദിക്കാം. അത് കഴിഞ്ഞ് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് നമുക്ക് കയറാം. ആൻഡ് താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു വെരി മച്ച്. ഏതൊരു പ്രൊജക്റ്റും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ രൂപത്തിൽ ആവണമെങ്കിൽ, ഇനി അത് വളരെ സക്സസ്ഫുള്ളായ ആ ഒരു ഷൂട്ട് പ്രോസസ്സ് തീരണമെങ്കിൽ, അത് കഴിഞ്ഞത് തിയേറ്റർ വരണം, നമ്മുടെ മുന്നിൽ വരണം. നമ്മൾ വിചാരിക്കുന്ന എന്താ പറയുക, ഒരു സിനിമയിൽ നിന്നും എന്തൊക്കെ വേണം എന്നുള്ള രീതിയിൽ അത് നമ്മുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല പ്രൊഡക്ഷൻ വേണം. ആ പ്രൊഡക്ഷനാണ് സിനിമയുടെ ബാക്കി എന്തൊക്കെ ആരൊക്കെ വിചാരിച്ചാലും സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. ആൻഡ് വി ഹാവ് എ സ്ട്രോങ് പ്രൊഡ്യൂസർ ഹിയർ ഫ്രം അജിത് വിനായക ഗ്രൂപ്പ്. ഞാൻ
വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ സർ രജത് വിനായക ഓൺ ദ സ്റ്റേജ് 2 വാക്ക് സംസാരിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട്. ഈ സിനിമ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം മംഗളം ജയചന്ദ്രൻ അവர்களுം ഡോക്ടർ അമ്പാടിയും രാജേഷും കൂടെ എന്നെ കാണാൻ വന്നു. ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ശരി, മലയാളത്തിൽ 13 പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് 14ാമത്തെ സിനിമയാണിത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്യാം, അങ്ങനൊരു ഭാഗ്യം അയ്യപ്പൻ്റെ സ്വാമിയേ ശരണയ്യപ്പ, അതുപോലെ രമേശ് സാർ എൻ്റെ വലിയ പദ്ധതി ഈ തൂഫാനെതിരെയുള്ള, സത്യം പറഞ്ഞാൽ സാർ ഇങ്ങനെ ഇതിനു മുമ്പും കുബേരയ്ക്കെതിരെ സാറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നു. അതുപോലെ മതിച്ചേട്ടൻ, മണിമുള്ള രാജചേട്ടൻ, സൈജു, എൻ്റെ 2ാമത്തെ സിനിമയിലാണ് സൈജു. ഇങ്ങനെ നിലവിലുള്ള ഒരുപാട് കരമന, ഇതേപോലെയുള്ള ഒരുപാട് കലാകാരന്മാരോടുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് സാറ് ഈ പറഞ്ഞ തുഫാൻ അത് വൻ വിജയമാവും. ഇനി വരുന്ന തലമുറകൾക്ക് നമുക്കിങ്ങനെയുള്ള ഒരു നാശങ്ങളും ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ നാമത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമുക്കൊരു തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ധന്യമാക്കാം. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ ഓണറബിൾ ഹോം മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ രമേശ് ചെന്നിത്തല. ഇവ ഞങ്ങളുടെ മറ്റൊരു ഹീറോയിൻ ഇവ. സർ 2 വാക്ക് നമുക്ക് വേണ്ടി. ഭരണം മാറിയിട്ടും മൈക്കിൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. ഏതായാലും മൈക്കാരും ഇനിയും വന്ന് ബുദ്ധിമുട്ടില്ല എന്ന് കരുതുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ശബരിമല നമ്മുടെ എല്ലാം നാടിൻ്റെ ഐശ്വര്യമാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നു. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ കാണാൻ ലോകം മുഴുവൻ എത്തുമെന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഹരിവരാസനം പാടിയാണ് അയ്യപ്പനെ ഓർക്കുന്നത്. ആ പേര് തന്നെ ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ കുറുപ്പുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉണ്ട്. 2 നേരത്തെ ഉള്ള ഒരാളാണെങ്കിൽ നിരന്തരം ചീഫ് സെക്രട്ടറിമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളാണ്, മറ്റൊരാളെ സിനിമ പിടിക്കുന്ന ആളാണ്. 2 പേരും വലിയ കഴിവുകളുള്ള മഹാവ്യക്തിത്വങ്ങളാണ് 2 പേരും. എനിക്ക് അഭിമാനമുണ്ട്. ഈ 2 പേരും, അമ്പാടിയാണെങ്കിലും നമ്മുടെ പ്രശാന്ത് ആണെങ്കിലും വലിയ കഴിവുകളുള്ള 2 വ്യക്തിത്വങ്ങളാണ്. കളക്ടർ ബ്രോ എന്നാണ് പ്രശാന്തിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ആ
കളക്ടറായി പോകേണ്ടത് കൊണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടേക്കാണ് അമ്പാടി വന്നത്. അപ്പോൾ രണ്ടുപേരും വലിയ കഴിവുകളുള്ള ആളുകളാണ്. നമ്മുടെ വിജയം നമ്മളുടെ സഹായിക്കുന്ന ആളുകളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരുടെയും കഴിവുകൾ കൊണ്ടാണ്. തീർച്ചയായും പ്രശാന്താണെങ്കിലും അമ്പാടിയാണ് നിരവധി പടങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ഹരിവരാസനവും അതുപോലെ ഒരു വൻ വിജയമാകട്ടെ. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആളാണ്. ഇത്തവണ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഒരു വർഷത്തേക്ക് പോകരുത് എന്നുള്ള നിഷ്കർഷതയുള്ളത് കൊണ്ട് മാത്രമാണ് പോകാതിരുന്നിട്ടുള്ളത്. അടുത്ത തവണ മധുബാലു കൂടി എൻ്റെ കൂടെ ശബരിമലയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടുന്നവരായതുകൊണ്ട് ഈ പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹരിവരാസനത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ സന്ദേശം നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ യുവത്വത്തെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെ, രാസലഹരിക്കെതിരെ കേരള ഗവൺമെൻറ് ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി നടപ്പാക്കുകയാണ്. ഇന്നത് ഒരു മാസമാവുകയാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി ആരംഭിച്ചു. ഇന്ന് 2-ാം തീയതിയാണ്, ജൂലൈ 2 ഒരു മാസമാണ്. ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ അത്ഭുതകരമായ നിലയിൽ ഈ രാസലഹരിയുടെ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും മാഫിയകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഗവൺമെൻറ്. അപ്പോൾ അതിന് ഈ പടം ഡെഡിക്കേറ്റ് ചെയ്തു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഹരിവരാസനം ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമി ശരണം. നമ്മുടെ ശബ്ദം ജനങ്ങൾ കേൾക്കാനായി മൈക്ക് വേണ്ട എന്ന് ഈ ഒരു ഇലക്ഷനോടുകൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. സോ നമ്മൾ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു കംപ്ലീറ്റ് സിനിമ സെറ്റിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവരെ സ്വയം തൂഫാൻ വാരിയേഴ്സായി ഡിക്ലെയർ ചെയ്യാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ സാറ് നമുക്കൊരു നമ്മുടെ മെയിൻ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരു തൂഫാൻ ബാഡ്ജ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി സ്റ്റാർട്ട്സ് വിത്ത് our ഹീറോ സൈജു കുറുപ്പ്. ആദ്യത്തെ തുഫാൻ വാരിയർ ശ്രീ മോഹൻലാലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സിനിമാ താരമായിട്ട് ശ്രീ സൈജു കുറുപ്പാണ് മുന്നോട്ട്. 10 വേറെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ സിനിമയിൽ രണ്ടാമത്തെ ആളത്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ രാജേഷ് നായർ, പ്രൊഡ്യൂസർ അജിത് വിനായക, റൈറ്റർ ഡോക്ടർ അമ്പാടി, DOP സജ്ജാദ് കാക്കു, ആർട്ട് ഡയറക്ടർ രാഗിൽ, കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയർ, ഡോക്ടർ സെറീന കുറുപ്പ് സൈജു കുറുപ്പിൻ്റെ സിസ്റ്ററാണ്. സൈറ കുറുപ്പ് സൈജു കുറുപ്പിൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരി വോളണ്ടിയർലി ഷീ വോണ്ടഡ് ടു ബി എ വാരിയർ എന്ന് പറഞ്ഞ് നമ്മുടെ KK സുനിൽ, മംഗളം TV ബ്യൂറോ ചീഫ്, ശരത് വിനായക,
എഡിറ്റർ രാജേഷ് അശോകൻ, സർ ഇതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരാണ്. And this is for the team Harivarasanam. Thank you very much. So thank you very much. സർ ചേട്ടാ ചെരുപ്പിടണ്ട, വീണ്ടും ഒന്നും കൂടെ ബുദ്ധിമുട്ടിക്കണം. 2 വാക്ക്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സർ, പിന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെന്ന് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ശബരിമല ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. മാളികപ്പുറം ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് വനിത എറണാകുളത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ എന്നോട് വണ്ടിയിരിക്കുമ്പം പറഞ്ഞതാണ്, എടാ നിനക്ക് ചില പടങ്ങൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളെ കാരണം ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ, നിൻ്റെ ഭാഗ്യമാണ് ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത്, ഗംഭീര പടമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആകാൻ പോകുന്നതെന്നാണ്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 3 പടത്തിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തേട്ടൻ്റെ 2ാമത്തെ പടം സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അജിത്തേട്ടനെയും ശരത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അജിത് വിനായക ഫിലിംസിൻ്റെ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ മണിമുള്ള രാജചേട്ടനുണ്ട്, കൃഷ്ണമാറിയേട്ടനുണ്ട്. ഇവരെയൊക്കെ നിർമ്മിച്ച പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദർ തുല്യനായ സുധീർ കരമന ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് കണ്ടവരുടെ. കലക്ടർ ബ്രോ, താങ്ക് യു ബ്രോ. എൻ്റെ ലേറ്റസ്റ്റ് മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ചെന്നിത്തല സാറ്, ഞാൻ ദുബായ് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ, ഒരു ബുക്ക് ഫെയറിന് ഇതേപോലെ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാമായിരിക്കുമെന്ന് എനിക്കൊരു 50-50 പ്രോബിലിറ്റിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, സൈജു നാട്ടിലവിടെ വീടെന്ന് ചോദിച്ചു. എൻ്റെ കിളി പോയി, എൻ്റെ പേരറിയാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഷോക്ക്ഡായിട്ട് നിന്ന്. എന്നിട്ട് പിന്നെ ഞാൻ റിക്കവറായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്, സാർ ഞാൻ ചേർത്തലക്കാരനാണ്, ചേർത്തലാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. സോ അതൊരു എന്താണ്, ഗൂസ് ബംസ് എന്നൊരു നിമിഷമായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഈ നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ നമ്മുടെ പേരെടുത്ത് വിളിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അവിടെ നെഞ്ചൊക്കെ ഒന്ന് വീർക്കും. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് കിട്ടിയത്. എനിവേസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ വന്ന മീഡിയാസ്, പിന്നെ നമ്മുടെ അതർ ഗസ്റ്റ്, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ റൈറ്റർ ഡോക്ടർ അമ്പാടി, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പോലെ പോക്രി സൈമണിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പോക്രി സൈമൺ വേറൊരു എക്സ്ട്രീം രീതിയിലുള്ളൊരു സിനിമയാണ്. ഹരിവരാസനം വേറൊരു എക്സ്ട്രീമാണ്. അതായത് ഏത് രീതിയിലുള്ള ജോണറിലുള്ള സിനിമകളായാലും അദ്ദേഹത്തിന് അത് വളരെ നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിക്കും. ഹരിവരാസനത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്, ചില സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോധ്യമാവും അദ്ദേഹത്തിന് ഏത് ജോണറിലുള്ള കഥയും വഴങ്ങുമെന്നുള്ളത്. എനിവേസ്, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഇനി ഒരാളെ വിളിക്കാതെ ഈ ഒരു ദിവസം പൂർത്തിയാവില്ല. മലയാള സിനിമയിലെ ആക്ടർ, പ്രൊഡ്യൂസർ, മലയാള സിനിമയിലെ നമ്മളെ ഈ കൂട്ടത്തിൽ അല്ല, ഇപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു കാരണവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ശ്രീ മണിയമ്പിള്ള രാജു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കാണ്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട്.
സ്വാമി ശരണം. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ സൈജു കുറുപ്പ്, ഇതിൻ്റെ ഡയറക്ടർ രാജേഷ് നായർ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. ഈ ഫ്ലോറിൽ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അരംപ്ലസ് അരം പിന്നീടുണ്ട്, ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ നിരവധി പടങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ ഫ്ലോർ ഇനാഗുറേറ്റ് ചെയ്യുന്ന 42 വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ ഈ സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ മേക്കപ്പ് ഇട്ട് ഞാനും മുകേഷും ജഗതിയും ഈ ഇടയ്ക്ക് മരിച്ചുപോയ സന്തോഷ് കുമാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കരുണാകരൻ സാർ വരും. ലൈറ്റിൻ്റെ ഈ ഗോഡ ഇപ്പോൾ ഇത്രയും ഹൈറ്റില്ല, അത് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതിലൊരു നടന്നു പോയിട്ട് അത് ഒടിഞ്ഞ് താഴെ വീണു. ഞങ്ങളെല്ലാം പേടിച്ചു. അപ്പോൾ കരുണാകരൻ സാറിന് കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല, ചെറിയ കുഴപ്പമില്ല, ഇത് ഐശ്വര്യമാണ്, എടുത്ത കണ്ടതല്ലേ, നന്നായിട്ട് ഒരു ഇതിനകത്ത് എടുക്കുന്നതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ട്. അന്ന് ആദ്യം എടുത്ത സിനിമയാണ് 42 വർഷം മുമ്പ് ഇത് ഞങ്ങളുടെ കഥ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഇവിടെ പ്രിയദർശൻ്റെ പടങ്ങൾ ഒരുപാട് ഹിറ്റ് പടങ്ങൾ, രാശിയുള്ള സ്ഥലമാണ്. പലരും ഇത് അറിയാതെ കിടക്കുകയാണ്. ഇവിടെ എടുത്ത പടങ്ങളൊക്കെ 90% ഓടിയിട്ടുണ്ട്. ഈ ഫ്ലോറിൽ സെറ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ട് ഓരോ ചാനലിൽ, അതെല്ലാം ഒരുപാട് ദിവസം പിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഹോളിവുഡ് സിനിമകൾക്കാണ് സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് വളരെ എക്സ്പെൻസീവായിട്ട് തന്നെ അതിൻ്റെ മീനിയേച്ചർ ഉണ്ടാക്കും. ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്ന എനിക്കൊന്ന് സാബുസുകൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ തിരക്കഥ വായിക്കാനായിട്ട് രാജേഷ് നായരുടെ ഓഫീസിൽ പോയപ്പോൾ, ബ്യൂട്ടിഫുൾ ഓഫീസല്ല, ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവിടെ അതിൻ്റെ മീനിയേച്ചർ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയാലേ ഇത് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ആണി അടിച്ചിട്ട് അത് തള്ളിയിരിക്കുന്ന പട്ടിയിൽ ഇങ്ങോട്ട് ഇരിക്കുന്നതൊന്നും ശരിയാവില്ല. അപ്പോൾ ആദ്യമേ അവിടെ നിന്ന് ഇവരെ ഹോംവർക്ക് തുടങ്ങി. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ആയിരിക്കില്ല, ലൈറ്റപ്പൊക്കെ ചെയ്ത് വന്ന് ഗ്രീൻ മാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഒറിജിനലിൽ നിന്ന് ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായിരിക്കും. കാര്യം ഇതിൻ്റെ ഒരു കഥയിൽ തന്നെ ആൾക്കാരുടെ എന്താ പറയുക, മനസ്സ് പിടിച്ചു കിട്ടുന്ന കുറേ ഐഡിയകളുണ്ട്. സ്നേഹബന്ധം, ഭക്തി, റിലേഷൻഷിപ്പ് എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഥ മുഴുവൻ വെളിയിലാവും, അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഈ പടം ഒരു വൻ വിജയമാകട്ടെ. ഇതിൻ്റെ കൂടെ ഉള്ളവരെല്ലാം, ഈ തൂഫാനിലുള്ളവരെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ബാഡ്ജ് കൊടുത്തു. എന്നെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി. എനിക്ക് സെറ്റിൽ അഴിഞ്ഞാടാം, ചുരുക്കി പറയാം. ഒന്നും വേണ്ട, എല്ലൊന്നും കാര്യമില്ല. ഞാൻ മുളക് അടിക്കുന്ന ആളായിരുന്നു. 2022 ഇതെല്ലാം നിർത്തിയാണ് എനിക്ക് അസുഖം വന്നതിന് ശേഷം. എന്നിട്ടും ഒരു വണ്ടി തെറ്റിയപ്പോൾ മീഡിയക്കാർ മുഴുവൻ പറഞ്ഞു വെള്ളം അടിച്ച് വണ്ടിയാണ് അടിച്ചത്. ഇനിയിപ്പോൾ ഇത് ബാഡ്യം വെച്ചോണ്ട് വണ്ടി ഓടിക്കാം വൈകുന്നേരമൊക്കെ, എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇന്ന് ഇങ്ങനെ ഒരു നല്ല ഐശ്വര്യമായിട്ട് രമേശ് സാർ എന്നെ വന്നതൊക്കെ ചെയ്തല്ലോ. അപ്പം എല്ലാ ആശംസകളും നേരുന്നു, വിജയങ്ങൾ നേരുന്നു. അതുപോലെ സ്വാമി അയ്യപ്പൻ ഈ പടത്തിൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ഹരിവരാസനം സിനിമയ്ക്കായി ഒരുക്കിയ ശബരിമല സെറ്റ് മാത്രമല്ല, ലഹരിയില്ലാത്ത സിനിമാ സെറ്റ് എന്ന സന്ദേശവും ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കുകയാണ്. സിനിമ വിനോദത്തിനപ്പുറം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുന്ന ശക്തമായ മാധ്യമമാണെന്ന് ഈ സംരംഭം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.